നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. ഈ വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അഥവാ ജനങ്ങളുടെ മനസ്സിൽ കയറിക്കൂടാൻ വേണ്ടി രമേശ് ചെന്നിത്തല ഒരുപാട് പദ്ധതികൾ നോക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഇന്നലെ തൈപ്പൂഴമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചെന്നിത്തല കാവടിയെടുത്തു. പക്ഷേ ഇതിലെല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ ക്ഷേത്രത്തിൽ പറയുന്ന ചിട്ടകളും ആചാരങ്ങളും പാലിക്കണം. ഏതൊരു വ്യക്തിയും ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ ആ വ്യക്തി ഒരു രാഷ്ട്രീയക്കാരനാണോ അല്ലെങ്കിൽ ആ വ്യക്തി അവിടെ ഏതൊരു വമ്പൻ ബിസിനസ്മാനാണോ ആയിക്കോട്ടെ, അതെല്ലാം അവിടെ ക്ഷേത്രത്തിൻ്റെ പടിക്ക് പുറത്ത്. ക്ഷേത്രത്തിൻ്റെ അകത്ത് എല്ലാവരും തുല്യവാന്മാരാണ്, എല്ലാവരും ഒരേ രീതിയാണ്. അവിടെ മുഖ്യമന്ത്രി എന്നോ അല്ലെങ്കിൽ അവിടെ പ്രധാനമന്ത്രി എന്നോ അവിടെ ഏത് രാഷ്ട്രീയ ചാണക്യനെന്നോ ഒന്നും തന്നെയില്ല. അവിടെ എല്ലാവരും ഒരേ തുല്യം. അതുകൊണ്ടാണ് നമ്മൾ എന്ന വാക്ക് നമ്മൾ ഉച്ചരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് തന്നെ വോട്ടുകൾ നേടി എങ്ങനെയെങ്കിലും രമേശ് ചെന്നിത്തല സ്വപ്നം കാണുന്ന മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ഓരോ ദിവസവും നടക്കുന്നത്. അതിൻ്റെ ഒരു ആദ്യ പടിയാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ പോയി കാണുന്നു. കൂടാതെ ഹൈന്ദവരെയൊക്കെ പോയി കണ്ട് എങ്ങനെയെങ്കിലും വോട്ടുകൾ സമാഹരിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് രമേശ് ചെന്നിത്തലയുടെ മുന്നിലുള്ളത്. രമേശ് ചെന്നിത്തല ഹിന്ദുക്കളോട് വലിയൊരു താല്പര്യം പ്രകടിപ്പിക്കാറില്ല. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മാത്രമേ അങ്ങനെ രീതിയിൽ ഹിന്ദുക്കളോടും അത് മാത്രമല്ല ഹിന്ദുക്കളുടെ ആചാരങ്ങളോടും വലിയൊരു താല്പര്യം പ്രകടിപ്പിക്കാറുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ മാത്രമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഭക്തികൾ കൂടുന്നത്. ഇപ്പോൾ അതിന് മുന്നേ രമേശ് ചെന്നിത്തല അതിന് വേണ്ടിയുള്ള പ്രചാരണം തുടങ്ങിയതാണ് യാഥാർത്ഥ്യം. രമേശ് ചെന്നിത്തല ഒരു കാര്യം മനസ്സിലാക്കണം. രാഷ്ട്രീയം വേറെ, വിശ്വാസം വേറെ. വിശ്വാസവും രാഷ്ട്രീയവും രണ്ടും തമ്മിൽ മിക്സ് ചെയ്യരുത് എന്നതാണ് പറയാനുള്ളത്. അല്ലാതെ തിരഞ്ഞെടുപ്പിന് മാത്രം ക്ഷേത്രത്തിൽ പോകുന്നു, ക്ഷേത്ര ദർശനം നടത്തുന്നു, ദർശനം നടത്തിയതിനു ശേഷം അതിൻ്റെ പേരിലൊക്കെ ഒരു വോട്ട് വാങ്ങിക്കാം എന്നുണ്ടെങ്കിൽ പണ്ടത്തെ പോലെയല്ല ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് എന്ന കാര്യം രമേശ് ചെന്നിത്തല മനസ്സിലാക്കണം. നിലവിൽ രമേശ് ചെന്നിത്തലയുടെ സ്വന്തം മണ്ഡലമായ ഹരിപ്പാടിൽ തൈപ്പൂഴത്തോടനുബന്ധിച്ച് കാവടി അവിടുത്തെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തിൽ കാവടി എടുക്കാൻ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തല എത്തിയത് ഇന്നലെയാണ്. പുലർച്ചെ 2-ന് മേൽശാന്തി മഠത്തിൽ നിന്നും എണ്ണക്കാവടിയാണ് രമേശ് ചെന്നിത്തല വഹിച്ചത്. വെള്ള മുണ്ടെടുത്ത് വെള്ള നേരിയത് പുതച്ചാണ് ചെന്നിത്തല കാവടി എടുക്കാൻ എത്തിയത്. ക്ഷേത്രത്തിൽ കാവടി എടുക്കാനെത്തിയ ആയിരങ്ങൾ കാവി ധരിച്ചുകൊണ്ട്, അതായത് കാവി മുണ്ട് ധരിച്ചുകൊണ്ടാണ് കാവടി എടുക്കാനായി ആയിരങ്ങൾ ഇന്നലെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തിയത്. അപ്പോൾ എന്തിനാണ് ആയിരങ്ങൾ കാവി ധരിച്ച് കാവടി എടുക്കാനായിട്ട് എത്തുമ്പോൾ ആ ആചാരങ്ങളോടെല്ലാം വിമുക്തത കാട്ടി ചെന്നിത്തല കാവി വസ്ത്രം ധരിക്കാതെ വെള്ളമുണ്ട് മാത്രം ധരിച്ചെത്തിയത്? തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര ഉപദേശക സമിതിയും ദേവസ്വം ബോർഡും തന്ത്രിമാരും ആചാര്യന്മാരും നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ കാവി വസ്ത്രം വേണമെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. വ്രത സമയത്ത് സന്യാസ തുല്യമായ ജീവിതം, അതായത് എല്ലാ ലൗകിക ജീവിതങ്ങളും ത്യജിച്ചുകൊണ്ട് സന്യാസ തുല്യമായി, അങ്ങനെയാണ് ശബരിമലയിലും അങ്ങനെയാണ്, ശബരിമല വ്രതം എടുക്കുമ്പോഴും അങ്ങനെയാണ്, കറുത്ത മുണ്ടും കറുത്ത ഷർട്ടും മാത്രം ധരിച്ച് അഥവാ കാവി വസ്ത്രങ്ങൾ മാത്രം ധരിച്ച് സകല ലൗകിക ജീവിതങ്ങളും ത്യജിച്ചുകൊണ്ട് ഒരു സന്യാസത്തിൻ്റെ ഒരു പാതയിലേക്കാണ് 41 ദിവസം വ്രതമെടുത്ത് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു രീതിയാണ് കാവടി വ്രതമെടുക്കുമ്പോഴും ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അവരെയെല്ലാം ഒരു അപമാനിക്കുന്ന രീതിയിലാണ് രമേശ് ചെന്നിത്തല ഇന്നലെ വെള്ള മുണ്ടൊക്കെ ധരിച്ച് നല്ല തേച്ച് മടക്കി ആ രീതിയിലേക്ക് വരുന്നത്. എന്തിനാണ്? ഇവിടെ എന്താ മുണ്ടിൻ്റെ പരസ്യം വല്ലതാണോ? അതൊരു ഡൗട്ട് ജനങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട്. എന്നാൽ മറ്റേ ആരെയോ തൃപ്തിപ്പെടുത്താനോ എന്ന മട്ടിലാണ് രമേശ് ചെന്നിത്തല കാവി ഒഴിവാക്കിയതെന്നാണ് ഭക്തർ പറയുന്നത്. പ്രഹസനം കാട്ടേണ്ട ഇടമല്ല രമേശ് ചെന്നിത്തല ഈ ക്ഷേത്രങ്ങളെന്ന് താങ്കൾ ഓർക്കണം. രമേശ് ചെന്നിത്തലയുടെ ഈ നാടകം തെരഞ്ഞെടുപ്പ് അടുക്കുന്നത് കൊണ്ടാണെന്ന് വ്യക്തമാണ്. കാരണം അധികാരങ്ങളും അധികാര കസേരകളും മാത്രം മോഹിച്ച് കോൺഗ്രസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. കേന്ദ്രമന്ത്രി സ്ഥാനം ഇപ്പോൾ BJP എന്തെങ്കിലും വാഗ്ദാനം ചെയ്താൽ വോട്ടിനെ ആ രാത്രി തന്നെ വിമാനവും പിടിച്ച് ഡൽഹിക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു കക്ഷിയാണ് രമേശ് ചെന്നിത്തല. കാവി ഉടുത്താൽ പാണക്കാട് മുസ്ലിം തങ്ങൾ, അതായത് ഷിഹാബ് അലി തങ്ങൾ എങ്ങാനോ പിണങ്ങി ഇനി എങ്ങാനോ കോൺഗ്രസ് വിജയിച്ചാൽ അധികാരത്തിൽ വന്നാൽ, കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ
ആഭ്യന്തരമന്ത്രി കസേരയോ പോയിട്ട് മുഖ്യമന്ത്രി കസേരയോ പോയിട്ട് ഒരു ചെറിയൊരു വനം വകുപ്പിൻ്റെ ഒരു മന്ത്രി കസേര പോലും കിട്ടുമല്ലോ, അതായത് കിട്ടാതെ ഇരുന്നാലോ എന്ന് പേടിച്ചിട്ടാണ് രമേശ് ചെന്നിത്തല കാവ്യ ഒഴിവാക്കിയതെന്നതാണ് യാഥാർത്ഥ്യം. ചെന്നിത്തല ഈ നാടകങ്ങൾ കാണിക്കാനുള്ള നിയമസഭയിലൊക്കെ നിങ്ങൾ സ്ഥിരം കാണിക്കുന്ന നാടകങ്ങൾ കാണിക്കാനുള്ള ഒരു വേദിയല്ല അമ്പലം എന്ന് പറയുന്നത്. അമ്പലം എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ ഒരു ചൈതന്യം കുടികൊള്ളുന്ന പോസിറ്റീവ് എനർജി കിട്ടുന്ന അമ്പലമാണ്. അവിടെ വന്നിട്ട് നിങ്ങളുടെ രാഷ്ട്രീയ ഫാഷൻ ഷോ കാണിക്കേണ്ട ഒരു അമ്പലമല്ല. അതിന് നിങ്ങൾക്ക് കാണിക്കാം, എം എൽ എ ക്വാർട്ടേഴ്സ് ഉണ്ട്, നിയമസഭയുടെ ഉണ്ട്, അവിടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹരിപ്പാട് നിങ്ങളുടെ ഓഫീസുണ്ട്, അവിടെയൊക്കെ പോയി ചെന്ന് കോപ്പറത്തരം കാണിക്കാം. ഇല്ല അതുമല്ലെങ്കിൽ KPCCയിൽ കാണിക്കാം. അല്ലാതെ നാടകം കാണിക്കാം, ഞാൻ ഹിന്ദുക്കളോടൊപ്പമാണ്, ഞാൻ ഹിന്ദുത്തെ ആരാധിക്കുന്നു എന്നൊക്കെ കാണിക്കാനല്ല. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കാവിയാൽ കുളിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാണ്. അവിടെ നിങ്ങൾക്ക് കാണിക്കാമെങ്കിൽ ഇവിടെയും കാണിക്കാനുള്ള ചങ്കൂറ്റം രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാകണം. അങ്ങനെയാണ് ഒരു ആണ് ആവേണ്ടത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com